പ്രിയപ്പെട്ടവരെ, ഇത് ഒരു 3 മിനിറ്റുള്ള ഞങ്ങളുടെ ജീവിതകഥയാണ്. ഓഫീസിലെ ഓണം സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞാനും ഡാലി ഏഞ്ചലിൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോയി. ഞങ്ങൾ നേരെ വേളാങ്കണ്ണിയിലേക്കാണ് പോയത്. അവിടെ നമുക്ക് മാതാവിൻ്റെ പെരുന്നാളായി. ഏഞ്ചൽ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ബർത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 2-3 ദിവസം ഡാലിയുടെ വയറ്റിൽ അനക്കമില്ലാതെ കിടന്നത് ഏഞ്ചൽ. അന്ന് ഞങ്ങൾ നേർന്നിരുന്നതാണ്. അത് ഇപ്പോഴാണ് നിറവേറ്റാൻ പറ്റിയത്. മാതാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഏഞ്ചലിൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ട്. എന്തായാലും ഞാൻ ആശിച്ച് മോഹിച്ച എൻ്റെ മോളുണ്ടായി. ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നേർച്ച എനിക്ക് നിറവേറ്റാൻ പറ്റിയത്. താങ്ക് യു ലോർഡ് ഫോർ ദ മേഴ്സി അപ്പോൺ അസ്. അപ്പോൾ മാതാവിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു. ആ പ്രദർശനത്തിലും പങ്കെടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനൊക്കെ എനിക്ക് ജീവിതത്തിലൊരു അവസരം ദൈവം തരുന്നത്. എന്തായാലും പെരുന്നാളെല്ലാം ഭംഗിയായി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ കന്യാകുമാരിക്ക് ഡ്രൈവ് ചെയ്തു. കന്യാകുമാരിക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുമെന്ന് ആഗ്രഹിച്ചത് സോളാർ ടർബൈൻസിൻ്റെ ഇതായിരുന്നു. എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല. ആ ഫീൽഡായിരുന്നു. അപ്പോൾ സോളാർ ടർബൈൻസിൻ്റെ ഫീൽഡ് കണ്ടു, സോളാർ സിസ്റ്റം കണ്ടു മനസ്സിലാക്കി. പിന്നെ കുറേ ഉപ്പുപാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് കന്യാകുമാരിയിൽ റൂം എടുത്തു. ആ റൂം തന്നെ ഭയങ്കര സർപ്രൈസായി. ആ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും കാണുന്നത് എന്താ പറയുക, വിവേകാനന്ദപ്പാറയാണ്. കുറേ വർഷങ്ങളുടെ സ്വപ്നമായിരുന്നു അവിടെ പോകാമെന്നുള്ളത്. പിന്നെ ഞാനുണ്ടായാലും കുറച്ച് പ്രൈവറ്റ് ടൈം സന്തോഷമായിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്നു. സൺസെറ്റ് കാണാൻ പോയി. എനിക്കറിയാലോ, കന്യാകുമാരിയിലൊരു സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്. ഒരുപാട് പേര് സൺസെറ്റ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വിവേകാനന്ദപ്പാറയിലൊക്കെ പോകണം, അതൊക്കെ കാണണം എന്നുള്ളതൊക്കെ എന്താ പറയുക, സ്കൂൾ ടൈമിലൊക്കെ നമ്മുടെയൊക്കെ സ്വപ്നമല്ലേ. അപ്പം നിങ്ങളും ചാൻസ് കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ഒന്ന് പോവുക, ലൈഫ് സന്തോഷമാക്കുക. അതിൻ്റെ എന്താ പറയുക, അതൊന്ന് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ തമ്മിൽ എന്തോ കാര്യത്തിന് വഴക്കായി. ഈ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. എനിക്കറിയില്ലേ സത്യത്തിൽ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വല്ല ദുഃഖം വരുമോ എന്നുള്ളത്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ ഇതിനെന്തോ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പിന്നെ ബോംബെക്ക് പോയി, അങ്ങനെ പറയാമല്ലോ. ബോംബെക്ക് പോയി. അവിടുത്തെ C5 ആയിട്ടുള്ളൊരു ഹോട്ടലിൽ ഒരു ദിവസം ഒരു നൈറ്റ് താമസിച്ചു. ബോംബെയിലെ കാഴ്ചകളൊക്കെ കാണാൻ പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ നന്ദികേരത്ത് ജോസ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ പറയുക, CST സ്റ്റേഷനിൽ ഇലുമിനേറ്റ് ഇത് കാണാൻ പോയി. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ യാത്രകൾ അടിപൊളി, അതെല്ലാം പറയണ്ടു. എന്തായാലും ഇന്നലെ ഞങ്ങൾ തിരിച്ച് കൊച്ചിക്ക് പറന്നു. കൊച്ചിയിലെത്തി, വീട്ടിലെത്തി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ടൈം.